ബിജീഷ്, മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് തളിപ്പറമ്പ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളമായിരുന്നു. കാരണം എൻ സുകന്യ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് വരുന്നു, ഒപ്പം MP നികേഷ് കുമാർ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് വരുന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ PK ശ്യാമളയെ അവിടെ മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുകയാണ്. പക്ഷേ തളിപ്പറമ്പിലുടനീളം LDF-നെ സംബന്ധിച്ചിടത്തോളം ശക്തമായൊരു വേരോട്ടമുണ്ട്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ നിലയിലായിരുന്നില്ല LDF-ന്റെ പ്രകടനം. പല സ്ഥലത്തും തിരിച്ചടി നേരിടേണ്ടി വരുന്നു. അപ്പോൾ PK ശ്യാമള അവിടെ എത്തുന്നതോടുകൂടി എന്തായിരിക്കും LDF അതിലൂടെ ലക്ഷ്യമിടുന്ന, ഒപ്പം മറ്റ് മണ്ഡലങ്ങളിലെ മാറ്റങ്ങൾ കൂടി? തളിപ്പറമ്പിലാണ് ഇത്തവണത്തെ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മറ്റ് ശ്രദ്ധേയമായ ഒരു മാറ്റമുള്ളത്. ഇവിടെ MV ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇത്തവണ മത്സരരംഗത്ത് നിന്ന് മാറുന്നതോടുകൂടി MV ഗോവിന്ദന്റെ ഭാര്യ, അതിനപ്പുറത്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് PK ശ്യാമള. നേരത്തെ തളിപ്പറമ്പ് നഗരസഭ ചെയർപേഴ്സൺ ആയിരുന്നു. ഒപ്പം തന്നെ ആന്തൂർ നഗരസഭ ആദ്യം രൂപീകരിച്ച ഘട്ടത്തിൽ അതിന്റെ ചെയർപേഴ്സൺ കൂടിയായിരുന്നു PK ശ്യാമള. ശ്യാമളയാണ് ഇത്തവണ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി നിയോഗിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. PK ശ്യാമളയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ആന്തൂരിൽ നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്ന ഘട്ടത്തിലാണ് വലിയ തരത്തിലുള്ള ഒരു ആക്ഷേപം അവർക്കെതിരെ ഉയർന്നത്. പ്രവാസി വ്യവസായിയായിട്ടുള്ള സാജൻ പാറയലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ആക്ഷേപം ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് പൊതുരംഗത്ത് നിന്ന് മാറി നിന്ന, അല്ലെങ്കിൽ പൊതുരംഗത്ത് അത്ര സജീവമല്ലാതിരുന്ന PK ശ്യാമള തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ മത്സര രംഗത്തേക്ക് വരുമ്പോൾ അത് ഉൾപ്പെടെയുള്ള, അതായത് സാജൻ പാറയലിന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രചരണായുധമാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകും. അതുതന്നെയാകും PK ശ്യാമള നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ MV ഗോവിന്ദൻ മത്സരിച്ച ഘട്ടത്തിൽ 22,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ വിജയിക്കാനായത്. നേരത്തെ MV ഗോവിന്ദൻ 40,000-ൽ അല്ലെങ്കിൽ 30,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിയിരുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ യൂത്ത് കോൺഗ്രസിന്റെ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ അബ്ദുൾ റഷീദിന് മുന്നിൽ 22,000-ൽ പരം വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷം നേടി എന്നുള്ളത് ഒരു മണ്ഡലത്തിന്റെ ഒരു ചിത്രം മാറുന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് UDF വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ, ഒന്നുകിൽ അബ്ദുൾ റഷീദിനെ തന്നെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ UDF-നുണ്ട്. അതുകൊണ്ട് തന്നെ തളിപ്പറമ്പ് നിയോജക മണ്ഡലവും കണ്ണൂർ രാഷ്ട്രീയത്തിനകത്ത്, അല്ലെങ്കിൽ കണ്ണൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലം ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത് പയ്യന്നൂരിൽ TI മധുസൂദനൻ തന്നെ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതാണ്. ഫണ്ട് വിവാദത്തിന്റെ പേരിൽ TI മധുസൂദനെതിരെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന V കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ നിലനിൽക്കെയാണ് അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിന് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അഴീക്കോട് KV സുമേഷ് എന്ന് പറയുന്ന ജനകീയനായിട്ടുള്ള MLA വീണ്ടും മത്സരിപ്പിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്. കല്യാശ്ശേരിയിൽ M വിജിൻ എന്ന് പറയുന്ന നിലവിലെ MLA തന്നെയാണ് വീണ്ടും മത്സരിപ്പിക്കുക. തലശ്ശേരിയിലാണ് മറ്റൊരു മാറ്റമുള്ളത്. ഇവിടെ സ്പീക്കർ AN ഷംസീറിന് ഇത്തവണ സീറ്റ് നൽകിയിട്ടില്ല. 2 തവണ മത്സരിച്ച ഷംസീറിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ കാരായി രാജൻ വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു മാറ്റമായി നിലനിൽക്കുന്നത്. പേരാവൂരിൽ സക്കീർ ഹുസൈനെ മാറ്റി KK ശൈലജ മത്സരരംഗത്തേക്ക് എത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. മട്ടന്നൂരിലാണ് വേറൊരു കാര്യമുള്ളത്. മട്ടന്നൂരിൽ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള VK സനോജാണ് സ്ഥാനാർത്ഥിയായി വരിക എന്നുള്ളതും ശ്രദ്ധേയമാണ്. അനീഷ. ബിജീഷ് ഏറ്റവും അവസാനം സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്. അതായത് തലശ്ശേരി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ശക്തമായ അടിവേരുകളുള്ള മണ്ഡലമാണ് തലശ്ശേരി എന്ന് പറയുന്നത്. അവിടെ ഈ ടേം വ്യവസ്ഥ ഇത്തവണ CPM ആ രീതിയിൽ പരിഗണിക്കുന്നില്ല. പക്ഷേ അപ്പോഴും ഈ KK ശൈലജയ്ക്ക് അവസരം ലഭിക്കുമ്പോഴും N ഷംസീറിന് അവിടെ അവസരം ലഭിക്കാതെ പോകുന്നു. എന്തുകൊണ്ടാണ് കാരായി രാജനെ അവിടെ പരിഗണിക്കാനുള്ള കാരണം? AN ഷംസീർ 2 തവണ അവര് മത്സരരംഗത്ത് വന്നു. 2021-ലും അതിനു മുൻപ് 2016-ലും 2 തവണയും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച AN ഷംസീർ 3-ാം തവണ മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഇത്തവണ ഷംസീറിനെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ആദ്യം കൈക്കൊണ്ടത്. അതിന് സമാനമായിട്ട് സംസ്ഥാന സമിതിയിലടക്കം തീരുമാനങ്ങൾ വന്നു. പിന്നാലെ ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലും AN ഷംസീറിന്റെ കാര്യത്തിനകത്ത് ഒരു പുനഃപരിശോധന ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കാരായി രാജൻ തലശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാകുന്ന കാര്യം ഉറപ്പിച്ചിരിക്കുന്നത്. കാരായി രാജനെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഫസൽ വധക്കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി വരുമെന്നുള്ളൊരു പ്രചരണമുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊന്നും CPM മുഖവിലക്കെടുത്തിട്ടില്ല. പകരം AN ഷംസീറിനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നീക്കത്തിലേക്കാണ് CPM പോയത്. ഇതിനകത്ത് ഷംസീറുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ഇക്കാര്യത്തിനകത്ത് ഷംസീറിന് ചില പ്രയാസങ്ങളുണ്ട്, അല്ലെങ്കിൽ എതിരഭിപ്രായമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഷംസീറിനെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിനകത്ത് പാർട്ടി ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതോടുകൂടി ഷംസീറിനെ ഒഴിവാക്കിയതോടുകൂടി CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആരും തന്നെ ഇല്ല എന്നുള്ളതും ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അനീഷ.